ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഈ വീഡിയോയിൽ ഒരു കമ്പനിയും ക്രിട്ടിസൈസ് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാസ്ക്ഡ് മല്ലു. നിങ്ങൾ കാണുന്ന മാസ്ക്ഡ് മല്ലു എന്ന യൂട്യൂബ് ചാനലാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ AMD 5000 സീരീസ് പ്രൊസസ്സേഴ്സ് അനൗൺസ് ചെയ്യുകയും ലോഞ്ച് ചെയ്യുകയും ചെയ്തു. AMD അവരുടെ പുതിയ സീരീസിലുള്ള പ്രൊസസ്സറിൻ്റെ ഇന്ത്യൻ പ്രൈസ് ലിസ്റ്റ് പുറത്തിറക്കി കഴിഞ്ഞു. അപ്പോൾ ഈ പ്രൈസ് ലിസ്റ്റ് കാണുമ്പോൾ ചെറിയൊരു ഓവർ പ്രൈസിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെറിയൊരു ഇൻട്രോ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ്, നമ്മുടെ AMD 5000 സീരീസിലെ പുതിയ പ്രൊസസ്സേഴ്സ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം, റൈസൻ്റെ 3rd സീരീസ് പ്രൊസസ്സർ എവിടെ? റൈസൻ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതുപോലെ ഈ പ്രാവശ്യവും താമസിച്ചിറക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് 3rd ജനറേഷൻ പ്രൊസസ്സേഴ്സ് ഇറക്കിയപ്പോഴും റൈസൻ 3100ഉം 3300Xും താമസിച്ചാണ് വന്നത്. റൈസൻ്റെ 5 സീരീസും 7 സീരീസും വന്നതിന് ശേഷമാണ് റൈസൻ 3 സീരീസ് വന്നത്. അതേപോലെ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ റൈസൺ അങ്ങനെ ഇറക്കിയില്ല എന്നും വരാം. അത് കമ്പനി തീരുമാനമാണ്, അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ പ്രൊസസ്സറുകളുടെ ഏറ്റവും ലോവസ്റ്റ് വേരിയൻ്റായ റൈസൻ 5 5600X വരുന്നത് 22,990 റുപ്പീസാണ്, അതും എക്സ്ക്ലൂഡിങ് GST. ഈ റൈസൻ 5 5600Xൻ്റെ പ്രൈസ് GST ഉൾപ്പെടാത്ത പ്രൈസാണ്. ഇതിൻ്റെ കൂടെ ഒരു 18% GST ആഡ് ചെയ്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പ്രൊസസ്സേഴ്സ് വരാൻ പോകുന്നത്. അത് റൈസൻ 5ൻ്റെ കാര്യം മാത്രമല്ല, റൈസൻ്റെ ഈ പ്രൊസസ്സേഴ്സ് എല്ലാം 18% GST ആഡ് ചെയ്തായിരിക്കും ഇറക്കാൻ പോകുന്നത്, ബേസ് പ്രൈസിനെയും കാട്ടി, ലിസ്റ്റഡ് പ്രൈസിനെയും കാട്ടി. അപ്പോൾ റൈസൻ 5ൻ്റെ 5600Xൻ്റെ വേരിയൻ്റ് ഏകദേശം 27,000 ആവും, 18% GSTയും കൂടെ കൂട്ടി. അപ്പോൾ റൈസൻ 5ൻ്റെ കഴിഞ്ഞ ജനറേഷൻ പ്രൊസസ്സറും ഈ പ്രൊസസ്സേഴ്സുമായിട്ട് ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വരും. അതായത് ഈ ജനറേഷൻ പ്രൊസസ്സേഴ്സിന് പ്രൈസ് ഇത്തിരി കൂടുതലാണ്. ഇത്രയും പ്രൈസ് ഹൈ ആയിട്ട് AMD ഇറക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ AMDയുടെ 3rd ജനറേഷൻ പ്രൊസസ്സർ തന്നെ ഇന്റലിൻ്റെ 10th ജനറേഷൻ പ്രൊസസ്സറിനെയും കാട്ടിയും കുറച്ച് മുകളിലാണ്. പക്ഷേ AMDയുടെ 3rd ജനറേഷൻ വന്ന ഒരേ ഒരു കുറവ് ഗെയിമിംഗ് ഫീൽഡിലാണ്. AMDയുടെ എല്ലാ പ്രൊസസ്സേഴ്സും ഇന്റലിൻ്റെ പ്രൊസസ്സേഴ്സിനെയും കാട്ടിയും ഗെയിമിംഗ് ഫീൽഡിൽ അല്പം താഴെയായിരുന്നു, അല്പം. അതായത് ചെറിയ FPS കുറച്ചായിരുന്നു AMDയുടെ 3rd ജനറേഷൻ പ്രൊസസ്സേഴ്സ് ഗെയിമിൽ തന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഗെയിമിംഗ് ഫീൽഡിൽ മാത്രമേ AMDയുടെ 3rd പ്രൊസസ്സേഴ്സ് ബാക്കിലായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും AMDയുടെ 3rd ജനറേഷൻ പ്രൊസസ്സേഴ്സ് ഇന്റലിൻ്റെ 10th ജനറേഷൻ പ്രൊസസ്സേഴ്സിനെയും കാട്ടിയും മുകളിലായിരുന്നു. അതിനോടൊപ്പം ഈ 5th ജനറേഷൻ പ്രൊസസ്സേഴ്സ് വന്നപ്പോൾ ഗെയിമിങ്ങിൽ വരുന്ന ആ ചെറിയ കുറവും AMD നല്ല രീതിയിൽ നികത്തിയിട്ടുണ്ട്. ഇപ്പോൾ AMDയുടെ പ്രൊസസ്സേഴ്സ് ഇന്റലിൻ്റെ 10th ജനറേഷൻ പ്രൊസസ്സേഴ്സിനെയും കാട്ടി നല്ല ഗെയിമിംഗ് തരുന്നുണ്ട്, ഗെയിമിംഗ് പെർഫോമൻസ് കൂടുതൽ തരുന്നുണ്ട്. അപ്പോൾ ഈ റിലീസിങ് കൊണ്ട് ചിലവരെ മനസ്സിലെങ്കിലും ഒരു ചോദ്യം വന്നേക്കാം, AMDയുടെ 3rd ജനറേഷൻ്റെ പ്രൈസ് കുറയുമോ? AMD എന്തിന് കുറയ്ക്കണം? കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3rd ജനറേഷൻ പ്രൊസസ്സേഴ്സ് ഗെയിമിങ്ങിൽ മാത്രം അല്പം, അതും ചെറിയ തോതിൽ മാത്രമായിരുന്നു പിറകിലായിരുന്നത്. പിന്നെ എന്തിന് AMDയുടെ 3rd ജനറേഷൻ പ്രൊസസ്സേഴ്സിന് പ്രൈസ് കുറയ്ക്കണം? എൻ്റെ അഭിപ്രായത്തിൽ AMD ഇങ്ങനെ ഇറക്കാനുള്ള കാരണം AMDയുടെ 3rd ജനറേഷൻ പ്രൊസസ്സേഴ്സിലും AMDയുടെ 5th ജനറേഷൻ പ്രൊസസ്സേഴ്സിനും തമ്മിലുള്ള പെർഫോമൻസ് ഗ്യാപ്പ് ഏകദേശം ഇത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ AMD ആലോചിക്കുന്നത് കുറച്ച് ബഡ്ജറ്റുള്ളവർ AMDയുടെ 3rd ജനറേഷനിലോട്ട് പോയി സ്വല്പം പ്രീമിയം ആഗ്രഹിക്കുന്നവർ 5th ജനറേഷനിലോട്ട് പോകണം. അതാണ് AMDയുടെ പ്ലാനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. AMDയുടെ ഈ പ്രൈസിങ് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇന്റലിൻ്റെ 11th ജനറേഷന് വേണ്ടി കാത്തിരിക്കണം. കാരണം ഇപ്പോൾ AMDക്ക് കോമ്പറ്റീഷൻ ഇല്ല. AMD ഇപ്പോൾ മോണോപ്പൊളിയിലാണ്. അതായത് AMDക്ക് കോമ്പറ്റീഷൻ ഇല്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ വന്നാലല്ലേ ഗൈസ് പ്രൈസ് കുറയും. എത്ര കോമ്പറ്റീഷൻ വരുന്നോ അത്രയും മാക്സിമം കമ്പനിക്കാർ പ്രൈസ് കുറയ്ക്കും. അതാണ് ബിസിനസ്. ഇന്റൽ AMD ആയിട്ട് കൂട്ടിമുട്ടുള്ള പ്രൊസസ്സേഴ്സ് റിലീസ് ചെയ്യണം, എന്നാലേ AMD 5th ജനറേഷൻ പ്രൊസസ്സേഴ്സിന് പ്രൈസ് കുറയ്ക്കൂ. കാരണം അവിടെ ഒരു മത്സരം രൂപീകരിക്കുകയാണ്. അപ്പോൾ മത്സരം വരുമ്പോൾ എപ്പോഴും പ്രൈസ് കുറയ്ക്കും കമ്പനിക്കാർ. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉദിച്ചേക്കാം, ഞാൻ AMD ഫാൻ ബോയ് ആണോ എന്ന്. ഒരിക്കലും അല്ല ഗൈസ്. ഞാൻ കുറഞ്ഞ പ്രൈസിൽ മാക്സിമം പെർഫോമൻസ് ഏത് പ്രൊസസ്സർ തരുന്നോ ആ പ്രൊസസ്സറിൻ്റെ പിറകെ ആയിരിക്കും ഞാൻ പോകുന്നത്. ഞാൻ ഒരു കമ്പനിയുടെ ഫാൻ ബോയ് അല്ല. AMD കുറഞ്ഞ ചിലവിൽ നല്ല പെർഫോമൻസ് തരുന്നെങ്കിൽ ഞാൻ AMDയുടെ പിറകെ പോകും. ഇന്റൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പെർഫോമൻസ് തരണമെങ്കിൽ ഞാൻ ഇന്റലിൻ്റെ പിറകെ തന്നെ പോകും. അതിലൊരു സംശയമില്ല. പെർഫോമൻസ് പ്രൈസിനനുസരിച്ച് ഏത് കമ്പനി ആയിരുന്നോ, പ്രൊസസ്സേഴ്സിൻ്റെ കാര്യം മാത്രമല്ല ഏത് PC പാർട്ടായാലും പ്രൈസിനനുസരിച്ച് നല്ല പെർഫോമൻസ് തരികയാണെങ്കിൽ ഞാൻ ആ പ്രൊഡക്റ്റിനോടൊപ്പേ പോകും.
ഇപ്പോൾ പ്രൈസിനനുസരിച്ച് പെർഫോമൻസ് തരുന്നത് AMD ആണ്. അപ്പോൾ ഞാൻ AMDയുടെ കൂടെ പോകും. ഇന്ത്യയിൽ ഇനി എപ്പോൾ ഇതിന് കോമ്പറ്റീഷൻ തരുന്ന പ്രൊസസ്സേഴ്സോ അതോ ഇതിനെക്കാട്ടി നല്ല പ്രൊസസ്സേഴ്സ് ഇറക്കുന്നോ അപ്പോൾ ഞാൻ ഇന്ത്യൻ്റെ കൂടെയും പോകും. എനിക്ക് ഒരു പക്ഷാഭേദവും ഇല്ല. എനിക്ക് പെർഫോമൻസ് മാത്രമാണ് ആവശ്യം. കമ്പനി ഞാൻ നോക്കുന്നതേ ഇല്ല. ഞാൻ ഗ്രാഫിക്സ് കാർഡാവട്ടെ, മദർ ബോർഡാവട്ടെ, മോണിറ്റർ ആവട്ടെ, ഞാൻ പെർഫോമൻസിൻ്റെ പിറകെ മാത്രമേ പോകൂ. ഒരു കമ്പനിയും ക്രിട്ടിസൈസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമില്ല. എല്ലാ കമ്പനിയും എനിക്ക് ഒരുപോലെയാണ്. ഏത് കമ്പനി പെർഫോമൻസ് ആയിരുന്നോ ആ കമ്പനി ഞാൻ ചൂസ് ചെയ്യും. ആ പെർഫോമൻസ് വരുന്ന കമ്പനി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഏത് കമ്പനി പെർഫോമൻസ് ആയിരുന്നോ ആ കമ്പനി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതിനൊരു സംശയവുമില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ PC പറ്റി അറിയാൻ താല്പര്യമുള്ളവരോട് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഭാവിയിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിടുക. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഭാവി വീഡിയോസ് കാണാൻ പറ്റൂ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.